മനുഷ്യ വന്യജീവി സംഘർഷം വെള്ളക്കാരിത്തടത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. പുത്തൂർ പഞ്ചായത്ത് 7-ാം വാർഡ് വെള്ളക്കാരിത്തടം ആനക്കുഴി പ്രദേശങ്ങളിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടാകണമെന്നാവശ്യപ്പെട്ട് സർവകക്ഷി യോഗം ചേർന്നു. വെള്ളക്കാരിത്തടം ലക്ഷ്മിനാരായണ ക്ഷേത്രം ഹാളിൽ ചേർന്ന യോഗത്തിൽ പുത്തൂർ പഞ്ചായത്ത് 7-ാം വാർഡ് അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ മിന്നി റിജി അധ്യക്ഷത വഹിച്ചു. മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എം ഷാജഹാൻ, പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിന്നു ടീച്ചർ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി കെ ശ്രീനിവാസൻ, പുത്തൂർ പഞ്ചായത്ത് അംഗങ്ങളായ സിബി, അജി വാരപ്പെട്ടിയിൽ, പ്രിയങ്ക സനീഷ്, മുൻ പഞ്ചായത്ത് അംഗം ഷാജി വാരപ്പെട്ടിയിൽ, വെള്ളക്കാരിത്തടം വിജയമാത പള്ളി വികാരി ഫാദർ ആൻഡോ വെള്ളക്കാരിത്തടം, ലക്ഷ്മിനാരായണ ക്ഷേത്രം മേൽശാന്തി അനുകൃഷ്ണൻ, കോൺഗ്രസ് പുത്തൂർ മണ്ഡലം പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ, BJP മണ്ഡലം പ്രസിഡന്റ് ആനന്ദൻ, ആന്റണി മനമേൽ, റെജി ജോർജ്, ബിനു കെ വി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. യോഗത്തിൽ ജനങ്ങളുടെ ആശങ്കകൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കാമെന്നും വന്യജീവി ശല്യം കുറയ്ക്കാൻ വനാതിർത്തിയോട് ചേർന്ന് ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കാമെന്നും മേഖലയിൽ RRT സേവനം ശക്തിപ്പെടുത്താമെന്നും രാത്രികാല പെട്രോളിംഗ് കാര്യക്ഷമമാക്കാമെന്നും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എം ഷാജഹാൻ ജനങ്ങൾക്ക് ഉറപ്പു നൽകി. അല്ലെങ്കിൽ കോടതിയിൽ പിന്നെ ഹാജരാക്കി അവനെ റിമാൻഡ് ചെയ്യും. അവന്റെ പേരിൽ നല്ലൊരു പിഴയും ചുമത്തും. ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കാടിനുള്ളിൽ പോയി ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആ ചെറുപ്പക്കാരന് നീതി ലഭിക്കാൻ സാധ്യതയില്ലെങ്കിൽ എന്തിനാണ് ഞങ്ങളുടെ കൃഷിഭൂമിയിൽ വരുന്ന കൃഷി നശിപ്പിക്കുന്ന മൃഗങ്ങളെ ഞങ്ങൾ ഉപദ്രവിക്കുമ്പോൾ ഞങ്ങളുടെ നേരെ നിങ്ങൾ ഈ പ്രയോഗം എന്തിനാണ്? എനിക്കതാണ് ചോദിക്കാനുള്ളത്. പറയല്ല, ഞാൻ പറഞ്ഞ ആളെ മുട്ടിയ ചേരകളാണ് ഞങ്ങളുടെ മുമ്പിൽ ഒരേ ഒരു മാർഗം തിരിഞ്ഞു കൊത്താന്നുള്ളതാണ്. അത് ഈ നാട്ടുകാരെ കൊണ്ട് ചെയ്യിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് പൊതുമുതൽ നശിപ്പിക്കലോ അല്ലെങ്കിൽ പിന്നെ നിയമപാലകരെ ആക്രമിക്കലൊന്നും ശരിയായ മാർഗമല്ല. അതിനോട് എനിക്ക് യോജിപ്പില്ല, ഈ നാട്ടുകാർക്കില്ല. അതുകൊണ്ടാണ് ഇത്രയും നാശങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും നിങ്ങൾ രാത്രി വിളിച്ചിട്ട് ഞങ്ങൾ പടക്കെടുത്തിട്ട് വരട്ടെ എന്ന് പറയുന്നു. നിങ്ങൾ വരുന്നവരെ കാത്തിരുന്നത് അതുകൊണ്ടാണ്. 4 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. എൻ്റെ വയസ്സായ ഞങ്ങൾക്ക് ഓടാൻ പോയി, എനിക്ക് കാലിന് മുട്ടിനൊക്കെ വേദനയുണ്ട്, ഓടാൻ പോലും പറ്റില്ല. ഇപ്പൊ 13 ദിവസമായിട്ട് ഒരേ ആനകൾ തന്നെയാണ് വരുന്നത്. ഈ 13 ഒരു കൊമ്പനും ഒരു പിടി പിന്നെ ഒരു ഇടത്തരം ഒരു ആന കുട്ടിയാന്നാണ് പറയണേ. ആ കുട്ടി മാത്രം ടോർച്ചടിക്കുമ്പോ കരഞ്ഞിട്ടോടും, ബാക്കി ആനകളൊക്കെ തിരിഞ്ഞു നിൽക്കുകയാണ്. ഈ ആനകളെ ആദ്യം കാട് കയറ്റി വിടണം, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ ആനകൾ തന്നെയാണ് സ്ഥിരമായിട്ട് വരുന്നത്. അത് 7 മണിയാകുമ്പോഴേക്കും അവിടെ എത്തും. പിന്നെ ഇന്ന് വെളുപ്പിന് 5:30 ആയിട്ടും ഈ ആനകൾ പോയിട്ടില്ല. ഞങ്ങൾക്ക് മൂത്രം ഒഴിക്കാൻ പോലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞങ്ങൾ ചെറിയ വീടാണ്, ഞങ്ങൾക്ക് പുറത്താണ് ബാത്റൂമൊക്കെ. പുറത്തേക്ക് ഇറങ്ങാണ്ട് ഞങ്ങൾക്ക് നിവൃത്തിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അപ്പൊ അതിനൊരു ആദ്യ ആനകളെ കാട് കയറ്റാന്നുള്ളൊരു നടപടി സ്വീകരിക്കണം. 2018 എൻ്റെ മോനെ ഞങ്ങളുടെ ഇവിടുന്ന് അണലി കടിച്ചിട്ട് മിഷൻ ആസ്പത്രിയിൽ കുറേ ദിവസം കിടന്ന, 3 ദിവസം മിഷൻ ആസ്പത്രി റെഡ് ഏരിയയിൽ കിടന്നതാണ്. അതിവിടെ ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇനി ഇവിടെയുള്ള ആളുകൾക്ക് ഉണ്ടാവരുത്. ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത്. ഇവിടെ കൊണ്ട് ഈ ജനവാസ മേഖലയിൽ ഈ വിഷപ്പാമ്പുകളെ കൊണ്ട് വിടാതിരിക്കുക. പിന്നെ ഒരു കാര്യം, ചക്ക പൂക്കുമ്പോൾ അതിന്റെ മണം കൊണ്ടാണ് ഈ ആനകൾ വരുന്നത്. ആ മണം കാട്ടിലേക്ക് എത്തുമെന്ന് പറയും. ഈ പ്ലാവ് ഞങ്ങൾ നട്ട് വളർത്തുന്ന ഈ പ്ലാവും മാവും ഞങ്ങൾക്ക് മുറിച്ച് വിൽക്കാനുള്ള അധികാരം അവകാശം ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ മണ്ണിൽ നട്ട് വളർത്തുന്ന ഫലവൃക്ഷങ്ങൾ ഞങ്ങൾക്ക് മുറിച്ച് വിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ ഒരു ന്യായവും ഇല്ല. അത് ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങൾക്ക് പട്ടയം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ കാരണവന്മാര് ചെറുപ്പകാലത്ത് അവര് കയ്യേറിയെടുത്ത ഭൂമിയാണ്. അന്ന് തൊട്ട് ഞങ്ങളുടെ കാരണവന്മാരായിട്ട് കൈവശം വെച്ച് അനുഭവിച്ചു വരുന്ന ഭൂമിയാണ്. അവിടെ ഞങ്ങൾ നട്ടു വളർത്തിയ ഫലവൃക്ഷങ്ങൾ മുറിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്, അത് മുറിച്ച് ഞങ്ങൾക്ക് വിൽക്കാനുള്ള അനുമതി ഞങ്ങൾക്ക് വേണം. ശൈല, എൻ്റെ ഭർത്താവിൻ്റെ പേര് ഗോപി. അതിന് ശ്വാസം മുട്ടാണ്. എനിക്ക് ഹാസിനൊക്കെ വയ്യാത്താണ്. ആന വന്ന് പിന്നെ എൻ്റെ നെഞ്ചിടിപ്പ് ഇതുവരെ പറയും. ഉള്ള കാര്യം പറയാം, അതിനെന്തെങ്കിലും ഒരു പരിഹാരം നിങ്ങൾ ചെയ്യണം. അതല്ലേ ഞങ്ങൾ കൊല്ലാൻ ആന വരുന്നെങ്കിൽ കൊല്ലട്ടെ. ഇവരുടെ മുറ്റത്തേക്കൂടി കയറിയിട്ട് എൻ്റെ വീടിൻ്റെ മുറ്റത്തേക്കൂടി ആന ചവിട്ടണ ഒച്ച കേട്ട് ഞാൻ ലൈറ്റ് എടുത്തു. അപ്പം എന്നോട് എൻ്റെ ഭർത്താവ് പറഞ്ഞു ലൈറ്റ് കെടുത്തത്, ലൈറ്റ് ഇടുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു കേട്ടിട്ടാണ് അവർ ഏതാണ്ട് ചവിട്ടി എൻ്റെ വെള്ളം കൊണ്ടുവയ്ക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊന്ന് തട്ടി പാത്രം ഞാൻ പറഞ്ഞു ഇതൊന്നും എൻ്റെ പാത്രമൊക്കെ ചവിട്ടി ഞെരിക്കാൻ തോന്നുന്നു.
വെച്ച് ബലമായിട്ട് വാതിൽ തുറന്ന് വീട്ടിട്ടെറിഞ്ഞു. അപ്പോഴേക്കും എൻ്റെ ഭർത്താവ് എനിക്ക് അങ്ങനെ പിടിച്ചിട്ട് നീ എന്നിട്ട് ഭ്രാന്തായി കാണിക്കണ ആന പോണ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് തട്ടിയെടുത്തേക്ക്. ഞാൻ എന്നിട്ട് ഒരു ചെറിയൊരു പലതും ഈ കമ്പിയിൽ തൂങ്ങിയാണ് ഫെൻസിങ് ആക്കുന്നത്. അതിൽ കൂടെ കറണ്ട് കടത്തി വിട്ട് ആ കറണ്ടിൽ ആന തട്ടി നിങ്ങൾ വരാണ്ടിരിക്കുന്നതാണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് നടക്കില്ല എന്നറിയാം. അതെങ്കിലും ഒന്ന് പവർ കൂട്ടിയിടാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ 3 ഏരിയയിലാണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ കാടായിട്ട് വരുന്നത് ആന ഇറങ്ങുന്ന സ്ഥലങ്ങൾ. ഒന്ന് ഈ EMS കുന്ന് എന്ന് പറയുന്ന ആ സ്ഥലം, പിന്നെ ഒന്ന് റോയേട്ടൻ്റെ വീട് വരുന്ന ഭാഗം, പിന്നെ ഒന്ന് വഞ്ചിക്കുഴി. ഈ 3 ഗേറ്റ് പോലെയാണ് അവർ വരുന്ന വഴികൾ. ഇവിടെ കൃഷി നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്രയധികം കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആനയുടെ പ്രശ്നം മാത്രമല്ല, ആന ഇപ്പോൾ ആ പ്രശ്നം അവസാനിപ്പിക്കാനായിട്ട് അപ്പോൾ ആൾക്കാർ കൂടി സംസാരിക്കും. ഈ പന്നിയുടെ പ്രശ്നം അവസാനിപ്പിക്കുന്നത് ഒരു കപ്പ നട്ടതിന് ഒരു കട കിട്ടില്ല. അത് എന്ത് ചെയ്താലും എത്ര സ്ഥലം കാര്യങ്ങൾ കിട്ടില്ല. ഇത് എങ്ങനെ ഒരു തെങ്ങും തൈ കിട്ടില്ല, തേങ്ങ വീണ താഴ്ന്നു മലയെണ്ണ തെങ്ങുമൊക്കെ ഒരു തേങ്ങ കിടക്കാൻ സമ്മതിക്കില്ല. ഒരു സാധനം ഇവിടെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ ഈ ആന ഒന്നും ഇവിടെ ആൾക്കാർക്ക് പേടി, ജീവന് പേടിയുള്ളതുകൊണ്ടാണ് അങ്ങനെ. ഭക്ഷണം കഴിക്കാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഒന്നും ഇവിടെ കിട്ടില്ല. പല ആൾക്കാർ ഇവിടെ വീട് വിട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ മേലൊന്നും ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങി വീട് വെച്ച് അല്ലെങ്കിൽ വാടകയ്ക്ക് ഇരുന്ന് താമസിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പല കംപ്ലൈന്റുകൾ പറഞ്ഞു, ആരും തന്നെ നിർദ്ദേശങ്ങൾ പറഞ്ഞില്ല. എന്ത് ചെയ്യാം, ഈ ആനയെ തുറത്താൻ എന്ത് ചെയ്യാൻ പറ്റിയുള്ള നിർദ്ദേശം നിങ്ങൾ ആരും പറഞ്ഞില്ല. അപ്പൊ അതില് ചർച്ചയിൽ ഉണ്ടായ നിർദ്ദേശങ്ങൾ പറയുന്നത് നമ്മളെ ഉള്ള കാര്യം ഞാൻ പറയാം. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ തന്നെ നമ്മളെ ഇവിടെ വാച്ചർമാരും സ്റ്റാഫുകളുടെ സംഘം ഇവിടെ എല്ലാ വൈകുന്നേരങ്ങളിലും ഇവിടെ നിലനിൽപ്പിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടാവും. എന്നിട്ട് ആനയെ അതിനു മുമ്പ് തന്നെ നമ്മൾ പകൽ സമയങ്ങളിൽ തന്നെ ആനയെ കാടിലെ സൈഡിൽ നിന്നാൽ അതിനെ ഉൾക്കാടിലേക്ക് ഓടിച്ചു വിടാനുള്ള ശ്രമം നടത്താം. അത് എത്രത്തോളം സഫലമാകുമെന്ന് അറിയാൻ പറ്റില്ല. കാരണം കാടിൻ്റെ അകത്ത് കയറി നമ്മൾ ഓടിക്കുക എന്നുള്ളത് അത്ര പ്രാക്ടിക്കലായി ബുദ്ധിമുട്ടുള്ളതാണ്. എന്നിരുന്നാലും നമുക്കത് ഒരിക്കൽ ഒരു അറ്റംപ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം എന്നാണ് നമ്മുടെ ഉദ്ദേശം ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞത്. പിന്നെ അവർക്ക് ആവശ്യമായ ഞങ്ങൾക്കും ആവശ്യമായ പടക്കം, ഗുണ്ടു പോലുള്ള പടക്കങ്ങളും പിന്നെ റോക്കറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം DFOക്ക് മന്ത്രി നൽകിയിട്ടുണ്ട്. അത് ഉടൻ തന്നെ സാധനങ്ങൾ എത്തും. പിന്നെ PRT പറയുന്ന സാധനം രൂപീകരിക്കാൻ വേണ്ടി പട്ടിക്കാട് RRT വണ്ടിയും ഒരു ഡെപ്യൂട്ടി റേഞ്ചറും തന്നിട്ടുണ്ട്. പക്ഷെ കൂടുതൽ സ്റ്റാഫുകളോ വാച്ചർമാരോ അങ്ങനെയുള്ള സംഘമൊന്നും തന്നിട്ടില്ല. സർക്കാർ ഇതുവരെ അനുവദിച്ചിട്ടില്ല. അത് ഉടൻ തന്നെ RRTനെ റാപ്പിഡ് റെസ്പോൺസ് ടീം എന്നുള്ള ഒരു RRTനെ നമ്മൾ ഉടൻ തന്നെ അതിനെ ഉടച്ചു വാർത്ത് നല്ല അതിനുള്ള സ്ട്രെങ്ത് കൊടുക്കുക. അതായത് സ്റ്റാഫ്, വാച്ചർ, അതിനുള്ള ആധികാരികമായ ആയുധങ്ങളെല്ലാം കൊടുത്ത് അതിനെ ചെയ്യാൻ വേണ്ടി നിർദ്ദേശം നൽകി.